മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിജീവിച്ച സ്ത്രീകൾ ഒരു യാത്രയിലാണ്. ഓൾ കേരള ടൂറിസം അസോസിയേഷനും സഞ്ചാരി ഫേസ്ബുക്ക് കൂട്ടായ്മയും ചേർന്നാണ് മൈസൂരുവിലേക്ക് ഇവർക്കായി യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ദുരന്തം കൺമുന്നിൽ കണ്ടവർ, പ്രിയപ്പെട്ട നാട്ടിൽ നിന്ന് പല വഴിക്കായി പിരിഞ്ഞവർ അതിജീവനത്തിന്റെ പാതയിൽ വീണ്ടും ഒത്തുചേർന്നു. ദിവസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയവർക്ക് പലതും പങ്കുവെക്കാനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ വീണ്ടും കണ്ടതിന്റെ സന്തോഷം, എന്നേക്കുമായി നഷ്ടപ്പെട്ടവരെ ഓർത്ത് സങ്കടം, എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത് ഈ വികാരങ്ങൾ തന്നെ. ഒരു യാത്ര പ്ലാൻ ചെയ്തത് ഒരു കണക്കിന് എല്ലാവരും കാണാനും ഒരു ദിവസം സന്തോഷിക്കാനും ഒരു അവസരം കിട്ടിയത് നന്നായി. വലിയ സന്തോഷം തന്നെ, എല്ലാവരും ഒന്ന് കാണാനും എല്ലാവരും കൂടെ ഒന്ന് കുറച്ചു നേരം ചിരിച്ച് കളിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തന്നെ. സന്തോഷമുണ്ട്, പക്ഷെ നമ്മളെ കൂടെ ഉള്ളവര് കുറെ പേര് പോയി, അതിന്റെ ഒരു സങ്കടമുണ്ട് സന്തോഷമുണ്ട്. മോനെ എന്നെ ടൂറ് കൊണ്ടുപോകാന്ന് പറഞ്ഞതായിരുന്നു, അപ്പൊ ഇങ്ങനെയാണ് പോയത്. ദുരന്തത്തിന്റെ ഇരയും ടൂറിസം ഗൈഡുമായ രമേശ് ചൂരൽമലയാണ് ഈ സ്വപ്നയാത്രയുടെ സംഘാടകൻ. ലാൻഡ് സ്ലൈഡിന് സംബന്ധമായിട്ട് 20-28 ദിവസത്തോളം ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ഒരു സിറ്റുവേഷൻ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂർ പ്ലാൻ ചെയ്തു. അവരെ ഒരു ഔട്ടിങ്, അവരെ മനോഭാവത്തെ മാറ്റാനും അതുപോലെ തന്നെ അവരുടെ വിഷമങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് 2 പകലും ഒരു രാത്രിയും നീണ്ടു നിൽക്കുന്ന ഒരു ടൂറാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. സഞ്ചാരി ട്രാവൽ ഗ്രൂപ്പും ഓൾ കേരള ടൂറിസം അസോസിയേഷനും ചേർന്നാണ് യാത്ര യാഥാർത്ഥ്യമാക്കിയത്. മുണ്ടക്കൈ ചൂരൽമലയിലെ ആളുകളുടെ അവസ്ഥ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഒന്നായി ജീവിച്ച ആളുകൾ ഇന്ന് വയനാടിന്റെ പല ഭാഗത്തായി ചിതറിക്കിടക്കുകയാണ്. അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൊണ്ടുവന്ന് ഇന്ന് തന്നെ രാവിലെ എല്ലാവർക്കും ഒരുപാട് നാൾ കൂടി കണ്ടതിന്റെ ആ ഒരു സന്തോഷം ഇവരുടെയൊക്കെ മുഖത്ത് വളരെ പ്രകടമായിരുന്നു. അപ്പോൾ അവരെയെല്ലാം കൂട്ടി ഒരു മൈസൂരിലേക്ക് ഒരു യാത്ര, 2 ദിവസത്തെ എൻജോയ്മെന്റ്, അതുമൂലം അവരുടെ ഒരു ജീവിതത്തിൽ അവരുടെ ഡെയിലി റൂട്ടിൽ നിന്നൊരു മാറ്റം, ആ വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മാറി ഒരു പുതിയൊരു തുടക്കത്തിലേക്കുള്ള യാത്രയാകുക എന്നതാണ് സഞ്ചാരി ഗ്രൂപ്പ്, സഞ്ചാരി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. മൈസൂരുവിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് നാളെ വൈകിട്ട് സംഘം മടങ്ങിയെത്തും. മാതൃഭൂമി ന്യൂസ്, വയനാട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നമ്മുടെയൊക്കെ ഉള്ളു പൊട്ടി നമ്മളൊക്കെ വേദനയോടെ കണ്ട ഒരു കാഴ്ചയാണ്. ഇപ്പോഴെന്തായാലും ഈ അതിജീവിച്ചവർ ഒരു യാത്രയിലാണ്. അവരുടെ ഉള്ളിലെ മുറിവിനെ മായ്ക്കാൻ ആ യാത്രയ്ക്ക് കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇപ്പോഴെന്തായാലും എം കമൽ ചേരുന്നുണ്ട് ഈ അതിജീവന യാത്രയുടെ കൂടുതൽ സന്തോഷ വർത്തമാനങ്ങളൊക്കെ പറയാൻ വേണ്ടി. കമലേട്ട, ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് നേരിട്ട് കണ്ടറിഞ്ഞ വ്യക്തിയാണ്. ഉള്ള ഒരുപാട് തവണ പിടഞ്ഞിട്ടുണ്ടാകും, ആ റിപ്പോർട്ടിങ്ങിനിടയിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇപ്പോഴെന്തായാലും അവരെല്ലാം അതിജീവനത്തിന്റെ പാതയിലാണ്. അവരുടെ ഉള്ളിലെ ഒരു വേദനയെ, ആ കഴിഞ്ഞ കാലത്തിന്റെ മോശം ഓർമ്മകളെല്ലാം മായ്ച്ചു കളയാൻ ഈ യാത്രയ്ക്ക് കഴിയുമെങ്കിൽ വലിയ കാര്യമാണല്ലേ അത്? അതൊരു വലിയ കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നൗഫലിന്റെ കടയെക്കുറിച്ച് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, മേപ്പാടിയിൽ നിന്ന് ചൂരൽമല റോഡിലേക്ക് തിരിയുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷവും ഒക്കെ. ഇപ്പോഴെന്തായാലും ഇന്നും ഞാൻ ആ വഴിക്ക് പോയിരുന്നു. അപ്പോൾ ഇന്നും അവിടെ നിന്ന് തിരിയുമ്പോൾ നമുക്ക് ആ നൗഫലിന്റെ കട കാണുമ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഓരോരുത്തരും ഇത്തരത്തിൽ അതിജീവനത്തിന്റെ പാതയിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ സന്തോഷം. ഇതിപ്പോൾ സ്ത്രീകളാണ് മുഴുവൻ. നമുക്കറിയാം, എന്തൊരു ദുരന്തമായാലും ഒരു അപകടമായാലും അല്ലെങ്കിൽ മറ്റെന്താകും യുദ്ധമായാലും ഒക്കെ സ്ത്രീകളും കുട്ടികളുമായിരിക്കും അതിൽ ഏറ്റവും അധികം. അവർക്കായിരിക്കും അതിൽ നിന്ന് തിരിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ട്. അവരായിരിക്കും ഏറ്റവും കൂടുതൽ അതിന് ഇരകളാകുന്നവർ. അത്തരത്തിൽ സ്ത്രീകൾ ഇപ്പോൾ പല സ്ഥലത്ത് വാടക വീട്ടുകളിൽ താമസിക്കുന്നു. അവർക്ക് ആണുങ്ങൾ ഒരുപക്ഷെ ജോലിക്ക് കൂടുതലും പോകുന്നത് പുരുഷന്മാരായിരിക്കും, സ്ത്രീകൾ വീട്ടിലായിരിക്കും. അപ്പോൾ ഈ സങ്കടങ്ങളൊക്കെ, ഈ ഓർമ്മകളൊക്കെ പേറുന്നവരാണ് അവർ. അവർക്ക് ഒരു വേറിട്ട ഒരു അനുഭവം കൊടുക്കുക, അത് എന്തായാലും ഈ ടൂറിസം അസോസിയേഷൻ ആയാലും സഞ്ചാരി ഫേസ്ബുക്ക് കൂട്ടായ്മയാണെങ്കിലും വളരെ വലിയൊരു കാര്യമാണ് അവർ ചെയ്തത്. ഇവരെയൊക്കെ സംഘടിപ്പിച്ച് പല ഭാഗത്ത് താമസിക്കുന്നവരായിരിക്കും, നേരത്തെ അയൽക്കാരായിരുന്നവരാണ്, അവർ പിന്നീട് കണ്ടിട്ടില്ല, ഒരുപക്ഷെ ഫോൺ നമ്പർ പോലും അറിയാത്തവരുണ്ടാകും. അവരൊക്കെ ഒന്നിച്ച് വീണ്ടും കാണുന്നു.
മിസ്സായവരെ, അതിൽ നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞവരെ ഓർത്തുള്ള സങ്കടം അവർക്കുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഈ ഉള്ളവരെ ചേർത്ത് പിടിക്കുമ്പോഴുള്ള ഒരു സന്തോഷം, അവർക്കൊന്നിച്ചൊരു യാത്ര, 2 പകലും ഒരു രാത്രിയും ഉള്ള ഒരു യാത്ര, എന്തായാലും അവർക്ക് ഒരു അത് മനസ്സിന് അവരുടെ ഇതുവരെയുള്ള റൂട്ടീനിൽ നിന്ന് ആ സഞ്ചാരി ഗ്രൂപ്പിന്റെ ആള് പറഞ്ഞതുപോലെ തന്നെ അതൊരു ചേഞ്ചാണ്. അത് വളരെ പോസിറ്റീവായ ഒരു ചേഞ്ചാണ്. ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നമുക്ക് അവരെ തിരിച്ച അവരുടെ മനസ്സിന് വലിയ ആശ്വാസം തന്നെയാണത്. ശ്രുതിയൊക്കെ ഉണ്ട് ആ യാത്രയിൽ. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എന്തായാലും വലിയ സന്തോഷം തന്നെ തോന്നി. ശരി കമലേട്ട, എന്തായാലും അവരുടെ ഉള്ളിലെ മുറിവിനെ മായ്ക്കാൻ ആ യാത്രയ്ക്ക് കഴിയട്ടെ.